നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാകാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ഡീഫ്രീസർ തുറക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡീഫ്രീസറിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഐസ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഐസ് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഷാർപ്പ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യരുത്, കത്തിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇത് റിമൂവ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഡീഫ്രീസറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ ലഭിക്കും. ഈ ഒരു ബട്ടണിൽ നമ്മൾ താഴെ തന്നെ അവർ എഴുതിയിട്ടുണ്ട്, പ്രസ് ബ്ലൂ ബട്ടൺ ഇഫ് യു സീ എക്സസ് ഐസ് ഇൻസൈഡ് ദ ഫ്രീസർ സോൺ. അകത്ത് കൂടുതലായിട്ട് ഐസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ബട്ടണിൽ ഞെക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനാണ്, നമ്മൾ ഒരു സാംസങ്, ഈ ഒരു ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെയാണ്, ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രസ് ഡീഫ്രോസ്റ്റ് ബട്ടൺ ടോയ്സ് എ വീക്ക്. ഓരോ ആഴ്ചയും 2 തവണ പ്രസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഐസ് കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു ബട്ടണിൽ വന്ന് ഒന്ന് അമർത്തുക. അപ്പോൾ അമർത്തി കഴിയുമ്പോഴത്തേനും ഈ ഒരു ബട്ടൺ അകത്തേട്ട് കയറി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഷയവുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പുറത്തേട്ട് വരുന്നതായിരിക്കും, ഇത് ഐസ് ഉരുകി കഴിയുമ്പോഴത്തേനും. അപ്പം ഇവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഉപയോഗിച്ച് ഒരിക്കലും ഇത് റിമൂവ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ജസ്റ്റ് ഈ ബ്ലൂ ബട്ടണിൽ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഈ ഐസ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വരുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഐസ് കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ച് കംപ്ലീറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫുള്ള് നമുക്ക് വീണ്ടും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.